ലാസ്റ്റ് പോർഷൻ ഫസ്റ്റ് മൊഡ്യൂളിലേത് കറ്റാലിസിസ് ആണ്. അതിൽ 6 ഡെഫിനിഷൻസ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക്, ഒരു 10 മാർക്കിനടുത്ത് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അതിൻ്റെ പ്രസൻസ് കൊണ്ടുവന്ന് പോസിറ്റീവ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ പഠിക്കുന്നത് ഹേബർ പ്രോസസ് ആണ്. ഹേബർ പ്രോസസ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഫ്രം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ആ പ്രോസസ്സിൽ സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. നിങ്ങൾ ഇക്വേഷൻ N2+3H2 gives 2NH3 അയൺ ആരോ മാർക്കിന് മുകളിൽ അയൺ സോളിഡ് അയൺ എന്നൊക്കെ നമ്മൾ എഴുതും. ഇത്രയും എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഡെഫിനേഷൻ എഴുതുക. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എക്സാമ്പിൾ spongy iron, presence of spongy iron in Haber process. Iron acts as a positive catalyst in Haber process എന്നെങ്കിലും എഴുതിയിടുക, മാർക്ക് കിട്ടും. സപ്ലിമെൻ്ററി എക്സാം ആയിട്ട് അത് മാർക്ക് കിട്ടിയിരിക്കും. ഇനി നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഡിക്രീസസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എൻ്റെ പ്രസൻസ് കൊണ്ട് റേറ്റ് കുറയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ പ്രോസസ്സാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ പോലും ഡീകമ്പോസ് ചെയ്ത് വാട്ടർ ആൻഡ് ഓക്സിജനായിട്ട് മാറും. ആ പ്രോസസ്സ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി, അതിന് ഡീകമ്പോസിഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ഫോസ്ഫോറിക് ആസിഡ്, ആ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഡീകമ്പോസ് ചെയ്യത്തുള്ളൂ. സോ ഇറ്റ് ആക്ട്സ് ആസ് എ നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഡെഫിനിഷൻ പറയുന്നത് നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഡിക്രീസസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എക്സാമ്പിൾ phosphoric acid H3PO4. Phosphoric acid acts as a negative catalyst in the decomposition of hydrogen peroxide H2O2. നെക്സ്റ്റ് നമ്മൾ 2 പോയിന്റ്സ് പറയുന്നുണ്ട്, പ്രൊമോട്ടർ ആൻഡ് പോയിസൺ. അതൊരിക്കലും കാറ്റലിസ്റ്റിൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ് 2 ഉള്ളൂ, പോസിറ്റീവ് നെഗറ്റീവ്. അടുത്ത 2 പോയിന്റ്സ് ആണ് പ്രൊമോട്ടർ ആൻഡ് പോയിസൺ. അത് വേറൊരു കാറ്റഗറിയാണ്. പ്രൊമോട്ടർ എന്ന് പറയുന്നത് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളിനെ പ്രൊമോട്ടർ എന്നും റിട്ടാർഡ് ചെയ്യുന്ന ആളിനെ പോയിസൺ എന്നും വിളിക്കുന്നു. ഇപ്പം ഹേബർ പ്രോസസ്സ് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുക. ഹേബർ പ്രോസസ്സിൽ സ്പോഞ്ചി അയൺ ഈസ് ദ പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ആ സ്പോഞ്ചി അയണിൻ്റെ കൂടെ മോളിബ്ഡിനം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രസൻസും കൂടെ ഉണ്ടെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ വീണ്ടും കൂടും. കാരണം ആ കെമിക്കൽ അല്ലെങ്കിൽ അയണിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അയൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, പ്രൊമോട്ടർ എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് ഓഫ് എ കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ പ്രൊമോട്ടർ എന്നും, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ, ഡിക്രീസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് പോയിസൺ എന്നും വിളിക്കുന്നത്. സോ പ്രൊമോട്ടർ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് എ catalyst, or it is a catalyst of a catalyst. Example, presence of molybdenum in and the molybdenum acts as a promoter. അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. molybdenum acts as a promoter to iron catalyst in Haber process. ഹേബർ പ്രോസസ്സിൽ ഒരിക്കലും മോളിബ്ഡിനം ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തില്ല. മോളിബ്ഡിനം ആക്ട്സ് ആസ് എ പ്രൊമോട്ടർ ടു അയൺ കാറ്റലിസ്റ്റ് ഇൻ ഹേബർ പ്രോസസ്. ആൻഡ് ഇൻ പോയിസൺ എക്സാമ്പിൾ പറയുന്നത് പോയിസൺ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡിക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. എക്സാമ്പിൾ ഹേബർ പ്രോസസ്സിൽ തന്നെ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ്, മോളിബ്ഡിനത്തിന് പകരം H2S എന്ന് പറയുന്ന ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ പ്രസൻസ് ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഡിക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് സ്പോഞ്ചി അയൺ, ഓർ ഇറ്റ് ഡിക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ് സ്പോഞ്ചി അയൺ. നമുക്ക് എഴുതാം poison is a substance which decreases the activity of a catalyst. Example, hydrogen sulfide acts as a poison to spongy iron in Haber process. Clear ആയോ? 2 എക്സാമ്പിളും ക്ലിയർ ആയല്ലോ. molybdenum acts as a promoter to spongy iron in Haber process. Hydrogen sulfide acts as a poison to spongy iron in Haber process. So Haber process നന്നായിട്ട് ഇക്വേഷൻ പഠിക്കാമെങ്കിൽ അത്രയും നല്ലത്. N2+3H2 gives 2NH3. അതിൽ പ്രൊമോട്ടർ, പോയിസൺ, പോസിറ്റീവ് കാറ്റലിസ്റ്റ് മൂന്നിനും ആ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. പ്രൊമോട്ടറിന് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ചോദിച്ചാൽ സ്പോഞ്ചി അയൺ എഴുതുക. പ്രൊമോട്ടർ ചോദിച്ചാൽ സ്പോഞ്ചി അയൺ അവിടെ ഉണ്ടാകണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് മോളിബ്ഡിനം M എന്ന് എഴുതുക. പോയിസൺ ആണെങ്കിൽ ആ ഇക്വേഷൻ എഴുതുക. സ്പോഞ്ചി അയൺ റെപ്രസെൻറ്റ് ചെയ്യുക. താഴെ ആരോ മാർക്കിൻ്റെ താഴെ ആയാലും മതി. ആരോ മാർക്കിൻ്റെ താഴെയായിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് എഴുതിയാൽ ഇപ്പോൾ പോയിസൺ എക്സാമ്പിളായി. ഇനി അതിനകത്ത് 2 ഡെഫിനിഷൻ ഇടുമ്പോൾ ആ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആകും. ഹോമോജിനസ് കറ്റാലിസിസ് ആൻഡ് ഹെറ്ററോജിനസ് കറ്റാലിസിസ്. ഹോമോജിനസ് മീൻസ് സെയിം ഫേസ്.
ഒരു റിയാക്ഷൻ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് ആദ്യമേ കൺഫ്യൂസ് ചെയ്യുകയല്ല, പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുകയല്ല. ആദ്യമേ നമ്മൾ പറയാം പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആ റിയാക്ഷൻ മീഡിയത്തിൽ നമ്മൾ റിയാക്റ്റൻസും ഉണ്ട്. ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് ആ റിയാക്റ്റൻസിനും ആഡ് ചെയ്യും, കാറ്റലിസ്റ്റും ആഡ് ചെയ്യും. ഈ ആഡ് ചെയ്ത റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസ് ആണെങ്കിൽ, ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ, അതായത് സോളിഡ് ആണെങ്കിൽ ഒരേപോലെ എല്ലാം സോളിഡ് ആയിരിക്കണം, ലിക്വിഡ് ആണെങ്കിൽ എല്ലാം ലിക്വിഡ് ആയിരിക്കണം, ഗേഷ്യസ് ആണെങ്കിൽ എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഹോമോജിനസ്, സെയിം ഫേസ് സെയിം സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഹോമോജിനസ് റിയാക്ഷൻസ് എന്ന് വിളിക്കും. സോ ഹോമോജിനസ് കറ്റാലിസിസ് ഡിഫൈൻ ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് both reactants and catalysts are in the same physical state or same phase. Example, അതിന് നിങ്ങൾ ഹോമോജിനസിന് ഹെട്രോജിനസിന് സെയിം എക്സാമ്പിൾ പഠിക്കുക. കാറ്റലിസ്റ്റ് മാത്രം മാറ്റിയാൽ മതി. സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ combine to form sulfur trioxide. SO2 plus O2 gives SO3. ബാലൻസ് ചെയ്യണം. So formation of SO3 from SO2 or sulfur dioxide നിന്ന് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്ന പ്രോസസ്സിൽ നൈട്രിക് ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം സൾഫർ ഡയോക്സൈഡും ഓക്സിജനും നൈട്രിക് ഓക്സൈഡും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. സോ നമുക്ക് ആ റിയാക്ഷൻ എന്ത് വിളിക്കാം? ഹോമോജിനസ് എന്ന് വിളിക്കാം. SO2 ഗേഷ്യസ്. അപ്പോൾ ഹോമോജിനസ് എഴുതുമ്പോൾ ഹെട്രോജിനസ് എഴുതുമ്പോഴും റിയാക്റ്റൻസിൻ്റെയും കാറ്റലിസ്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതണം. SO2 ബ്രാക്കറ്റിൽ G ഗ്യാസ് പ്ലസ് O2 ബ്രാക്കറ്റിൽ G ഗ്യാസ് gives SO3. അതും ഗ്യാസ് ആണ്, അത് റെപ്രസെൻ്റ് ചെയ്യണം നിർബന്ധമില്ല. ആ ആരോടെ മുകളിൽ NO ഗേഷ്യസ് G നെട്ടിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? SO2 ആൻഡ് O2 ആർ ദ റിയാക്റ്റൻസ്, sorry, NO is the catalyst, both are in the same physical state. Clear ആയല്ലോ? So homogeneous reactions means, homogeneous catalysis means reaction, chemical reaction in which both the reactants and catalyst are in the same physical state or same phase. Example, formation of sulfur trioxide from sulfur dioxide in presence of NO, nitric oxide or gaseous nitric oxide. Heterogeneous means different phase ആണ്. ഏതെങ്കിലും ഒരിക്കലും റിയാക്റ്റൻസിൻ്റെ ഫേസിലായിരിക്കത്തില്ല കാറ്റലിസ്റ്റ്. രണ്ട് ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അതിനെയാണ് ഹെട്രോജിനസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ച ഹെബോ പ്രോസസ്സ് നല്ലൊരു എക്സാമ്പിളാണ്. നൈട്രജനും ഹൈഡ്രജനും സെയിം ഗേഷ്യസ് സ്റ്റേറ്റിലും അയൺ സോളിഡ് സ്റ്റേറ്റിലുമാണ്. അതൊരു എക്സാമ്പിളാണ്. അതുകൂടാതെ ഇപ്പം നമ്മൾ പറഞ്ഞ നൈട്രിക് ഓക്സൈഡ് വെച്ച് പറഞ്ഞ റിയാക്ഷൻ തന്നെ പറയാം. സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ combines to form sulfur trioxide SO3 in presence of platinum. പ്ലാറ്റിനം എന്ന് പറയുന്നത് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അത് ഹെട്രോജിനസ് ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാൻ പറ്റും. സോ ഹെട്രോജിനസ് റിയാക്ഷൻ മീൻസ് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് the reactants and catalysts are in different physical state or they are not in the same phase. Example, formation of sulfur trioxide from sulfur dioxide in presence of platinum as catalyst. 6 കാര്യങ്ങൾ പഠിക്കുന്നുള്ളൂ. കാറ്റാലിസിസിൽ അത്രയും മതി. നിങ്ങൾ റിയാക്ഷൻ അറിയത്തില്ലെങ്കിലും ഇക്വേഷൻ ജസ്റ്റ് വേർഡ്സിലെങ്കിലും എഴുതിയാൽ നല്ലതായിരിക്കും. ഇക്വേഷൻ അല്ല, റിയാക്ഷൻ വേർഡ്സിൽ എഴുതിയാലും നല്ലതായിരിക്കും. പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, പോയിസൺ, പ്രൊമോട്ടർ, പോയിസൺ, ഹോമോജിനസ് കറ്റാലിസിസ്, ഹെട്രോജിനസ് കറ്റാലിസിസ്. ഇതിൽ ഹെബോ പ്രോസസ്സ് മറന്നുപോയത്. ഹെബോ പ്രോസസ്സ് എഴുതിയാൽ ഹെബോ പ്രോസസ്സിന് spongy ion is the positive catalyst, molybdenum is the promoter, hydrogen sulfide is the poison, and it is a heterogeneous catalysis. ആ 4 ഡെഫിനേഷനും എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് സെയിം ഇക്വേഷൻ എഴുതാം. പിന്നെ നമ്മൾ എക്സ്ട്രാ പഠിച്ച 2 പോയിന്റ്സേ ഉള്ളൂ, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഹോമോജിനസും. നെഗറ്റീവ് കാറ്റലിസ്റ്റിന് എക്സാമ്പിളായിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ പ്രോസസ്സിൽ H3PO4 ഫോസ്ഫോറിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ഹോമോജിനസ് റിയാക്ഷൻ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഫ്രം സൾഫർ ഡയോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് നൈട്രിക് ഓക്സൈഡ്. ഇത്രയും എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ എക്സാമ്പിളും കംപ്ലീറ്റ് ആയി, ഡെഫിനിഷൻസും കംപ്ലീറ്റ്. ഫസ്റ്റ് മൊഡ്യൂൾ ഈ 3 പോർഷൻസ് ആണ്. നന്നായിട്ട് കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 3 മൊഡ്യൂൾസ് ഉണ്ട്. ആസിഡ്സ് ആൻഡ് ബേസസ്, അതിൽ പ്രോബ്ലംസും ഒക്കെ വരുന്ന പോർഷനാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി വിടാം.
പിന്നെ വാട്ടർ, അത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ ഞാൻ 4 മൊഡ്യൂളും കവർ ചെയ്യുന്നത് നിങ്ങളുടെ സൗകര്യം പോലെ, അല്ലെങ്കിൽ 4 മൊഡ്യൂളും കുറച്ച് കുറച്ചായിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഞാൻ മാക്സിമം ചുരുക്കി തരുന്ന ഒരു 10 മിനിറ്റ് വെച്ച് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കൂടിയാണ്, ഒരുപാട് വലിച്ചു നീട്ടി ബോറിംഗ് ആക്കുന്നില്ല. ലാസ്റ്റ് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആണ്, അതിൽ ഡയഗ്രാം ഒക്കെ വരച്ച് കഴിയുമ്പോൾ കുറച്ച് മാർക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.